സോ സ്റ്റുഡൻസ്, നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ പിക്കാഡിലി. ഇതാണ് ഇവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തത്. ഈ ഒരു പാരഗ്രാഫിലായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഹി പാസ്ഡ് ഹിസ് ഹാൻഡ് ഓവർ ഹിസ് ബ്രോ ആസ് ഇഫ് ഹി വാസ് വെരി ടയേർഡ് ആൻഡ് ദെൻ ഹി കണ്ടിന്യൂഡ് ഐ അറ്റ് ലാസ്റ്റ് സോ ഹിം. അങ്ങനെ ഞാൻ അവസാനം അദ്ദേഹത്തിനെ കാണുകയും ആ മുഖത്തിനെ, ആ ലിറ്റിൽ മാനാണിത് സ്റ്റോറി നെറേറ്റ് ചെയ്യുന്ന നെറേറ്റർ ഓഫ് ദ സ്റ്റോറി ലിറ്റിൽ മാനാണ് പറയുന്നത്. ഞാൻ അയാളെ കണ്ടു. അയാളെന്ന് വെച്ചാൽ ആ ഫേസ്, ആ വോളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു മുഖം, ആ എന്താണ് നമ്മുടെ പാളികളൊക്കെ വന്ന, പാച്ചസ് വന്ന ആ വോളിൽ ദർ ഇസ് എ ഫേസ് റിഫ്ലക്റ്റഡ്. ആ ഫേസിനെ തേടി ഒരു സൂപ്പർ നാച്ചുറൽ ക്വാളിറ്റിയുള്ള ഒരു സംഗതിയാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഫേസിനെ തേടിയുള്ള യാത്രയിൽ ആ ഫേസിനെ പിക്കാഡിലി എന്ന് പറയുന്ന സ്ഥലത്ത്, പിക്കാഡിലി ഇവിടെ കാണുന്നില്ലേ, ഇത് പിക്കാഡിലി എന്നുള്ള ഒരു ലണ്ടനിലെ ഒരു റോഡിൻ്റെ പേരാണ്. ഇതവിടെ എവിടെ കൊടുത്തിട്ടുണ്ട്. പിക്കാഡിലി, എ റോഡ് ഇൻ ദ സിറ്റി ഓഫ് വെസ്റ്റ്മിനിസ്റ്റർ, ലണ്ടൻ. അവിടെയാണ് കാണുന്നത്. അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിന്. അടുത്ത പാരഗ്രാഫ്, an empty one coming follow that taxi. സോ എവിടെയാണ് കാണുന്നത്? ആ പിക്കാഡിലി എന്നുള്ള റോഡിൽ ഒരു ടാക്സിയിൽ, ഫോളോ ദാറ്റ് ടാക്സി. അവിടെ ടാക്സി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് മെറ്റ് ചെയ്യുന്ന, ആ ഫേസിനെ ഫസ്റ്റ് മെറ്റ് ചെയ്യുന്ന, കാണുന്നത് എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ടാക്സി, ഇന്നേ ടാക്സി എന്നാണ് അതിൻ്റെ ആൻസർ. സോ I sat and leaped in. The driver managed to keep it in sight and it took us to Charing Cross. Charing Cross എന്നുള്ള സ്ഥലത്തേക്ക്, Charing Cross എന്നുള്ള സ്ഥലവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന ടാക്സി, ആ Charing Crossലെ ടാക്സി, അവിടെയാണ് വീണ്ടും അദ്ദേഹത്തിന് ആ മുഖത്തെ കാണുന്നത്, ആര്, ലിറ്റിൽ മാൻ. I rushed onto the platform and found my man with 2 ladies and a little girl. They were going to France. I stayed there trying to get a word with him, but in vain. Other friends had joined the party and they moved to the train in one group. അവിടെ വെച്ചിട്ടൊരു മീൻസ് ഐ റഷ്ഡ് ഓൺ ടു ദ പ്ലാറ്റ്ഫോം, മീൻസ് റെയിൽവേ, ചാരിങ് ക്രോസ് എന്നുള്ളത് റെയിൽവേ പ്ലാറ്റ്ഫോമാണ്. ഇതോട്ടെ ജംഗ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ചാരിങ് ക്രോസ് എന്നുള്ളത്? ഇതാ ജംഗ്ഷൻ ഇൻ സെൻട്രൽ ലണ്ടനിലെ ഒരു ജംഗ്ഷൻ്റെ പേരാണ് ചെറിങ് ക്രോസ് എന്നുള്ളത്. സോ അവിടെ വെച്ച് കാണുമ്പോൾ അവിടെ ഐ റഷ് ഡൗൺ ടു ദ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ആ പ്ലാറ്റ്ഫോമിലേക്ക് മീൻസ് റഷ്ഡ് എന്ന് വെച്ചാൽ അതിലേക്ക് തള്ളി പോവുക. അങ്ങോട്ടേക്ക് നമ്മൾ ഒരുപാട് ആൾക്കാരെല്ലാവരും തള്ളി പോവില്ലേ ബസ്സിലൊക്കെ കയറുന്നത്, അതുപോലെ. ആൻഡ് ഫൗണ്ട് മൈ മാൻ വിത്ത് 2 ലേഡീസ്. ആ മനുഷ്യൻ്റെ ഒപ്പം 2 ലേഡീസ് ഉണ്ടായിരുന്നു. ആൻഡ് എ ലിറ്റിൽ ഗേൾ, 2 ലേഡീസ്, 2 സ്ത്രീകളും ഒരു ചെറിയ പെൺകുട്ടിയും ഉണ്ടായിരുന്നു അവരോടൊപ്പം. they were going to France. അവരെവിടത്തേക്കാണ് പോകുന്നത്? they were going to France. I stayed there trying to get a word with him. എനിക്ക് സംസാരിക്കാൻ തോന്നി, പക്ഷേ ഇൻ വെയിൻ എന്നാണ് പറയുന്നത്. ഇൻ വെയിൻ എന്നതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ബട്ട് നോട്ട് ടോക്ക് എനിത്തിങ്, നോട്ട് കോൺവെർസേഷൻ, ദർ ഇസ് നോ കോൺവെർസേഷൻ ഡൺ ദാറ്റ്. ആ സമയത്ത് ഒരു കോൺവെർസേഷനും ഞങ്ങൾ തമ്മിൽ നടന്നില്ല. വെയിൻ എന്ന് വെച്ചാൽ നമുക്ക് സാധിക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. Other friends had joined that party and they moved to the train in one group. അങ്ങനെ ആ ജംഗ്ഷനിൽ, ആ ട്രെയിനിൽ അവർ ആ ചെറിങ് ക്രോസ് എന്ന സ്ഥലത്ത് നിന്ന്, ആ ജംഗ്ഷനിൽ നിന്ന് ട്രെയിനിൽ പോയി അവർ വീണ്ടും യാത്ര പോയി. ആ ഫേസിനെ കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അടുത്ത പാരഗ്രാഫ്, ഐ ഹേസ്റ്റ്ലി പർച്ചേസ്ഡ് എ ടിക്കറ്റ് ടു ഫോക്സ്റ്റോൺ എന്നുള്ളത് വേറൊരു പ്ലേസാണ്. ഫോക്സ്റ്റോൺ എന്നുള്ളത് ഇതുപോലെ തന്നെ വേറൊരു പ്ലേസിൻ്റെ പേരാണ് അവിടെ ഫോക്സ്റ്റോൺ കൊടുത്തത്. ഹോപ്പിംഗ് ദാറ്റ് ഐ വുഡ് ക്യാച്ച് ഹിം ഓൺ ദ ബോട്ട് ബിഫോർ ഇറ്റ് സെയിൽഡ്, ബട്ട് അറ്റ് ഫോക്സ്റ്റോൺ ഹി ഗോട്ട് ഓൺ ദ ഷിപ്പ് ബിഫോർ മീ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ദേ ഡിസപ്പിയർഡ് ഇൻ ടു എ ലാർജ് പ്രൈവറ്റ് ക്യാബിൻ. ആ ഫോക്സ്റ്റോണിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഷിപ്പിൽ കയറി അദ്ദേഹം വീണ്ടും മൂവ് ചെയ്തു പോയി. എനിക്ക് അവിടെ നിന്നും കാണാൻ സാധിച്ചില്ല, സംസാരിക്കാൻ സാധിച്ചില്ല. അഗൈൻ ഐ വാസ് ഡിഫീറ്റഡ്. Then little man now is in a defeated stand. അയാൾ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്? ഒരു തോൽവി സമ്മതിച്ചിട്ട്, കാരണം ആ മുഖത്തെ കാണാൻ പറ്റിയില്ല. ബൈ ഐ ഡിറ്റർമൈൻ മീൻസ് എന്താണ്? ദൃഢനിശ്ചയം അല്ലേ? നമുക്കറിയാം ഡിറ്റർമൈൻ എന്നുള്ള വേർഡ്
മറ്റേ കൊടുത്തിരിക്കുന്നുണ്ട്. അവിടെ ഡിറ്റർമൈൻ്റെ വേർഡ് നമുക്ക് ഇങ്ങോട്ടേക്ക് ആവശ്യമുള്ള വേർഡാണ്, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണം. ദൃഢനിശ്ചയമാണ് അതിൻ്റെ മീനിങ്. സോ ഐ ഡിറ്റർമൈൻ ടു ഗോ. ഞാൻ ഇറ്റാലിക്സ് എന്നായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്, എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ഡിറ്റർമൈൻ ഇറ്റാലിക്സ് കൊടുക്കുന്ന വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഹേസ്റ്റ്ലി എന്നുള്ള വേർഡും ഒരു മിനിറ്റ്, ഹേസ്റ്റ്ലി എന്നുള്ള വേർഡും ഇറ്റാലിക്സിലാണുള്ളത്, ഡിറ്റർമൈൻഡ് ഇറ്റാലിക്സിലാണുള്ളത്. So again I was defeated, but I determined to go with him, feeling certain that when the voyage had begun he would leave the ladies and come out for a walk on the deck. I had only just enough for a single fare to ബൊലോങ് എന്നാണ് ഇത് വായിക്കുന്നത്, ബൊലോങ് എന്നാണ്. എന്താണ് ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പ്ലേസിൻ്റെ പേര് തന്നെയാണ് ബൊലോങ് എന്നുള്ളത്. So Ballong, but nothing could stop me now. I took up my position opposite his cabin door and waited. After half an hour the door opened and he came out. But with the little girl my heart beat fast. There was no mistaking the face. Every line was the same. He looked at me and moved towards the way to the upper deck. ഡെക്ക് എന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡെക്കിൻ്റെ മീനിങ്, ഓപ്പൺ അപ്പർ ഫ്ലോർ ഓഫ് ദ ഷിപ്പ്, അതാണ് ഡെക്ക്. And he looked at me and moved towards the way to the upper deck. It was now or never, I felt. So again I was defeated, but I determined. ഞാൻ തോൽവി സമ്മതിച്ചെങ്കിലും എനിക്ക് ദൃഢനിശ്ചയം, എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ആ ഫേസിനെ കാണുക എന്നുള്ളത്. സോ എന്താണ്, അങ്ങനെ എൻ്റെ ആ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്. ഫീലിംഗ് സർട്ടൈൻ ദാറ്റ് വെൻ ദ വോയേജ് എന്ന് വെച്ചാൽ എന്താണ്, കടലിലൂടെയുള്ള യാത്രയാണ് നമ്മൾ വോയേജ് എന്ന് പറയുന്നത് അല്ലേ. വോയേജ് എന്ന് വെച്ചാൽ ട്രാവലിംഗ് ത്രൂ സീ അല്ലേ, കടലിലൂടെയുള്ള യാത്രയാണ് വോയേജ്. ഹാഡ് ബിഗൺ, ഹി വുഡ് ലീവ് ആൻഡ് ലേഡീസ് ആൻഡ് കം ഔട്ട് ഫോർ എ വാക്ക് ഓൺ ദ ഡെക്ക്. അപ്പോൾ ഡെക്ക് എന്ന് വെച്ചാൽ ഷിപ്പിൻ്റെ ഫ്രണ്ട് ഡോറ് പുറത്ത് വരുന്നതാണ്. ഓപ്പൺ അപ്പർ ഡോറ് തുറന്ന് പുറത്ത് വരുന്നതാണ് ഡെക്ക്. അപ്പോൾ ആ ഡോറ് തുറന്ന് പുറത്ത് വരുന്നു. സോ ആ മുഖത്തെ കാണാൻ വേണ്ടിയിട്ടുള്ള ധൃതിപ്പാടിലാണുള്ളത്. I had only just enough for a single fare to Boulogne, but nothing could stop me now. അങ്ങനെ ബൊലോങ്ങിൽ വെച്ചിട്ട് ആ ഫേസിനെ നേരിട്ട് കാണാൻ സംസാരിക്കാൻ പോവാണ്. I took up my position opposite his cabin door and waited. ആ ക്യാബിൻ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് അയാളെ വെയിറ്റ് ചെയ്യാണ്. ആഫ്റ്റർ ഹാഫ് ആൻ അവർ, അരമണിക്കൂറിന് ശേഷം ഡോർ ഓപ്പൺ ആൻഡ് ഹി കെയിം ഔട്ട്, പുറത്തേക്ക് വന്നു. ബട്ട് വിത്ത് എ ലിറ്റിൽ ഗേൾ, ഒരു ലിറ്റിൽ ഗേൾ ഒപ്പം ഉണ്ടായിരുന്നു. മൈ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ്. അത് അയാളെ പെട്ടെന്ന് കണ്ടപ്പോൾ ഹാർട്ട് മീൻസ് നമ്മൾ ആഗ്രഹിക്കാൻ, നമ്മൾ ചുമരുകളിൽ, നമ്മൾ സ്വപ്നങ്ങളിൽ കാണുന്ന ആരെങ്കിലും മുന്നിൽ പ്രത്യക്ഷപ്പെടുക, ഡെയിലി നമ്മൾ സ്വപ്നങ്ങളിൽ ഒരാളെ കാണുക, ദെൻ ആ ഫേസിനെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. അതുപോലെയാണ് ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത്രത്തോളം ആകാംക്ഷയുണ്ട് അയാൾക്ക്. ദർ വാസ് നോ മിസ്റ്റേക്കിംഗ് ദ ഫേസ്, ആ ഫേസിന് ഒരു മിസ്റ്റേക്കിംഗ് ഇല്ല, ഞാൻ കണ്ട അതേ ഫേസ് തന്നെയാണെന്ന് പറഞ്ഞു. എവറി ലൈൻ വാസ് ദ സെയിം, ഓരോ മുഖത്തെ ഓരോ പാടുകളും അതുപോലെയുണ്ട്. ഹി ലുക്ക്ഡ് അറ്റ് me and moved towards the way to the upper deck. It was now or never, I felt. Excuse me, I stammered ന്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാമേർഡ്, സ്പീക്ക് ഹാസ്റ്റിംഗ്ലി, വളരെ ധൃതിപ്പെട്ട് സംസാരിക്കുന്നതാണ് സ്റ്റാമേർഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വേർഡ്. ബട്ട് ഡു യു മൈൻഡ് ഗിവിങ് me your card? I have a very important reason in asking it. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു. എക്സ്ക്യൂസ് മീ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു റിക്വസ്റ്റിനൂടെയാണ് നമ്മൾ പറയുക അല്ലേ, ശ്രദ്ധ ഇങ്ങോട്ടേക്ക് തിരിച്ച്. ബട്ട് ഡു യു മൈൻഡ് ഗിവിങ് മീ യുവർ കാർഡ്, നിങ്ങളുടെ കാർഡ് തരുമോ? മീൻസ് എന്താണ്, നമ്മൾ പുറത്തൊക്കെ പോയാൽ ഗൾഫ് രാജ്യങ്ങളായിക്കോട്ടെ, അബ്രോഡ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കാർഡിലൊരു ലേബർ കാർഡ്, നമ്മളൊരു ഐഡൻറ്റിറ്റി കാർഡ് എപ്പോഴും കീപ്പ് ചെയ്യും. നമ്മൾ ഇന്ത്യയിൽ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അത്ര അങ്ങനെ ഇല്ലെങ്കിലും, പക്ഷേ നമ്മൾ എന്താണ് പുറത്തുള്ള രാജ്യങ്ങൾ എവിടെ പോലും ഒരു കാർഡ് നമ്മളെ കയ്യിലുണ്ടാവും, നമ്മുടെ എല്ലാ പ്രൂഫും അതിലുണ്ടാവും. സോ ആ കാർഡ് ആവശ്യപ്പെടുകയാണ്. ഐ ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് റീസൺ ഇൻ ആസ്കിങ് ഇറ്റ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ഹി സീംഡ് ടു ബി ഗ്രേറ്റ്ലി സർപ്രൈസ്ഡ്. യെസ് ഇൻഡീഡ്, വെൽ he might, but he granted my request. Slowly he took out his case and handed me his card and hurried on with the little girl. Holding the card tight in my hand, hurried to a lonely corner to the ship and read it. My eyes grew dim.
My head reeled, for on it were the words Mr. Ormond Wall with an address at Pittsburgh. സോ എന്താണ് അയാൾ എൻ്റെ കയ്യിൽ അത് വെച്ചിട്ട് ആ കുട്ടിയും കൂട്ടി പെട്ടെന്ന് പോയി കളഞ്ഞു, അവിടുന്ന് മാഞ്ഞു, അവിടുന്ന് ഡിസപ്പിയർഡായി. ആൻഡ് ആ കാർഡ് എൻ്റെ കയ്യിൽ വെച്ചു. പെട്ടെന്ന് ഞാൻ നോക്കി, ആ കാർഡ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മീൻസ് മൈ ഐസ് ഗ്രൂ ഡിം. കണ്ണുകൾ ഡിമ്മായി എന്ന് വെച്ചാൽ എന്താണ്? മങ്ങലാണ് ഡിം. നമ്മുടെ കണ്ണ് മങ്ങും എപ്പോഴാണ്? കണ്ണുനീര് അവിടെ ഉണ്ടാകുമോ, കണ്ണിൽ ടീയേഴ്സ് ഉണ്ടാകുമ്പോഴാണ് കണ്ണ് മങ്ങിയ പോലെ. സോ എൻ്റെ കണ്ണ് മങ്ങി. ഹെഡ് റീൽഡ്, തല കറങ്ങുന്നത് പോലെ തോന്നി. ഫോർ ഓൺ ഇറ്റ് വർ ദ വേർഡ്സ്, അതിലൊരു വാക്കുകൾ ഉണ്ടായിരുന്നു. എന്താണ് ആ വാക്കുകൾ? മിസ്റ്റർ ഓർമോണ്ട് വോൾ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മിസ്റ്റർ ഓർമോണ്ട് വോൾ എന്നായിരുന്നു. സോ മിസ്റ്റർ ഓർമോണ്ട് വോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വിത്ത് ആൻ അഡ്രസ് അറ്റ് പിറ്റ്സ്ബർഗ് എന്നാണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത് എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വൈ ഡിഡ് ദ നെറേറ്റർ ഫോളോ ദ ടാക്സിയെ പിന്തുടർന്ന് എന്തിനാണ്? ടു ഫൈൻഡ് ദ ഫേസ്, അല്ലേ? ടു ഫൈൻഡ് ഔട്ട് ദ ഫേസ്, ആ ഫേസിനെ കാണാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ മീനിങ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതാം, ഞാൻ പറഞ്ഞതുപോലെ എഴുതാനില്ല, പക്ഷേ അതിൽ ഇത് ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് ദ നെറേറ്റർ എന്താണ്? ഇമാജിൻ ദാറ്റ് ദ നെറേറ്റർ മെറ്റ് ദ മാൻ അറ്റ് ചാരിങ് ക്രോസ്. വാട്ട് വുഡ് ബി ദ ലൈക്ലി ഡയലോഗ് ബിറ്റ്വീൻ ദ ടു? ഇമാജിൻ ചെയ്യാൻ, സങ്കല്പിക്കാൻ. നിങ്ങളും നെറേറ്ററും തമ്മിൽ ചാരിങ് ക്രോസിൽ വെച്ചിട്ട് മെറ്റ് ദ മാൻ അറ്റ് ചാരിങ് ക്രോസ്, ആ ഫേസിനെ, ആ മനുഷ്യനെയും നെറേറ്ററും തമ്മിൽ കാണുകയാണ് ചാരിങ് ക്രോസിൽ വെച്ചിട്ട്. അവരുടെ കോൺവെർസേഷൻ എന്താണെന്ന് എഴുതാനാണ്. അത് നിങ്ങൾക്ക് കോൺവെർസേഷൻ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതേണ്ടതാണ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. വൈ കുഡിൻ ദ ഓതർ ക്യാച്ച് ദ മാൻ അറ്റ് ഫോക്സ്റ്റോൺ? ആ ഫോക്സ്റ്റോണിൽ വെച്ച് കാണാൻ പറ്റാത്തതായി എന്താണെന്ന്. അപ്പോൾ അവിടുന്ന് എന്താണ് സ്കിപ്പായി ഡിസപ്പിയർഡായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പെട്ടെന്ന് എന്താണ് ആ ഷിപ്പിലേക്ക് കയറി പോയെന്ന് പറഞ്ഞു. അടുത്തത് ചാർട്ട് ദ ജേർണി അണ്ടർടേക്കൺ ബൈ ദ നെറേറ്റർ ടു കോണ്ടാക്ട് ദ മാൻ ഓൺ ദ വാൾ. ആ വാളിലെ മനുഷ്യനെ തേടി നെറേറ്റർ പോയ യാത്രയുടെ ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതെല്ലാ പ്ലേസിനെയും വെച്ച് തയ്യാറാക്കേണ്ടതാണ്. അടുത്തത് മൈ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ്. വൈ? എൻ്റെ ഹൃദയം വളരെ ധൃതിപ്പെട്ടടിക്കുന്നു. അപ്പോൾ അതെന്തിനാണ്? ബിക്കോസ് ഹി വാസ് ആങ്ഷ്യസ് അബൌട്ട് ടു കോൺവെർസേഷൻ വിത്ത് ദ ഫേസ് ഓൺ ദ വാൾ. ആ വാളിലെ ഫേസുമായിട്ട് കോൺവെർസേഷൻ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആയത്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് മെയ്ഡ് മിസ്റ്റർ ഓർമോണ്ട് ഗീവ്സ് ഹിസ് കാർഡ് ടു ദ സ്ട്രേഞ്ചർ? ആ സ്ട്രേഞ്ചറിന് എന്തിനാണ് വാട്ട് മെയ്ഡ്? അതിങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആൻസർ. അപ്പോൾ അത്രയാണ് അവിടെ ആ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്ത USA പിറ്റ്സ്ബർഗിൽ വെച്ചിട്ട് കണ്ട അവിടെ മിസ്റ്റർ ഓർമോണ്ട് വോൾ പിറ്റ്സ്ബർഗ് എന്നായിരുന്നു അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. പിറ്റ്സ്ബർഗ് USAയിലാണ്. ഐ റിമെമ്പർ നോ മോർ അൺടിൽ ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ എ ഹോസ്പിറ്റൽ അറ്റ് ബൊലോങ്. There I lay in a broken condition for some weeks and only a month ago did I return. സോ അതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ബൊലോങ്ങിലെ ഹോസ്പിറ്റലിലായിരുന്നു. There I lay in a broken condition, ഞാൻ എല്ലാം തകർന്ന ഒരു കണ്ടീഷനിലായിരുന്നു. For some weeks and only a month ago did I return. കുറച്ച് മാസങ്ങളായിട്ടേ ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് റിമൂവ് ആയി വന്നിട്ടുള്ളൂ. ഹി വാസ് സൈലൻറ്റ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ബൊലോങ്ങിലെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടെ എനിക്ക് എല്ലാം തകർന്നു. മീൻസ് ഹി വാസ് ഇൻ എ ഡെഡ്, എന്താണ് ഒരു മരണം സംഭവിച്ചൊരു വ്യക്തിയാണ് ഈ ഫേസ് ഓൺ ദ വാളിലെ ഫേസ് എന്നുള്ളത്. അപ്പോൾ അയാളെ തേടിയാണ് യാത്ര ചെയ്തത്. അയാളെ ശവം മീൻസ് ഒരു ആത്മാവ്, ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ് ഇപ്പോൾ അയാളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം പറയുന്നത്. ഹി വാസ് സാലൻറ്റ്. ഇത് കേട്ടപ്പോൾ എന്താണ് നമ്മുടെ നെറേറ്റർ സാലൻ്റായി. We looked at him and at one another and waited. I went back. He started once again after a moment or so to Great Ormond Street and set to work to find out all I could about this American. I wrote the Pittsburgh. I wrote to American editors. I made friends and Americans in London. But all that I could find out was that he was a millionaire with English parents who had resided in London. അങ്ങനെ ഞാൻ എന്താണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇത് ഇയാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് കണ്ടില്ലേ, മിസ്റ്റർ ഓർമോണ്ട് വോൾ എന്നുള്ളൊരു പേര് തന്നിട്ടുണ്ട്. ഈ ഫേസിൻ്റെ പേരാണ്, ഈ മരിച്ച വ്യക്തിയുടെ പേര്. പിറ്റ്സ്ബർഗാണ് സ്ഥലം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ നെറേറ്റർ എവിടെയായിരുന്നു?
നെറേറ്റർ താമസിച്ചൊരു സ്ഥലത്തിൻ്റെ പേരുണ്ടായിരുന്നു. ഇതാ എവിടെയോ ഒരു മിനിറ്റ്. ഇതാ ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റിലായിരുന്നു നെറേറ്റർ താമസിച്ചിട്ട് ആ വീട്ടിലെ ചുമരിലായിരുന്നു ആ വ്യക്തിയെ കണ്ടത്, ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റിലെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പേരെന്താണ്? മിസ്റ്റർ ഓർമോണ്ട് വോൾ എന്നാണ് പറഞ്ഞിരിക്കുന്ന പേര്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിയുടെ പേരെന്താണ്? ഇതാ കണ്ടില്ലേ, മിസ്റ്റർ ഓർമോണ്ട് വോൾ. അപ്പോൾ ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റിലെ ഒരു വ്യക്തിയാണ്. അപ്പോൾ മിസ്റ്റർ ഓർമോണ്ട് വാൾ എന്നുള്ള വ്യക്തി ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിൻ്റെ പേരും ആ വ്യക്തിയുടെ ആ ഫേസ്, ആ ചുമരിലെ ഫേസിൻ്റെ പേരും ഏകദേശം സെയിം നിങ്ങൾക്ക് കാണുന്നില്ലേ? അപ്പോൾ അവിടെ നിന്നായിരുന്നു ആ ഒരു മുഖത്തെ കണ്ടത്, ആ ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റിൽ. ഇയാളെ പേരെന്താണ്? ഓർമോണ്ട് വോൾ എന്ന് വെച്ചാൽ ഓർമോണ്ട് എന്നുള്ളത് ആ സ്ട്രീറ്റിൻ്റെ പേരും കിട്ടിയിട്ടുണ്ട്. വോൾ എന്നുള്ളത് ആ വോളിലായിരുന്നു കണ്ടത്. അപ്പോൾ അവിടെയൊക്കെ കോയിൻസിഡൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെയാണ് ഈ കഥയിൽ ചെറിയ ഒരു ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ തേടി പിന്നെ ആ ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. വീണ്ടും ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരും എല്ലാവരോടും ചോദിച്ചു, ഇങ്ങനെ ഒരാളെക്കുറിച്ച് അറിയോ? പത്ര റിപ്പോർട്ട് നോക്കി. ഐ റോട്ട് ടു അമേരിക്കൻ എഡിറ്റേഴ്സിനോട് ചോദിച്ചു. ഐ മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് അമേരിക്കൻസ് ഇൻ ലണ്ടൻ. ലണ്ടനിലെ അമേരിക്കൻ ആൾക്കാരോട് ചോദിച്ചു, അമേരിക്കൻ സിറ്റിസണിനോട് ചോദിച്ചു. ബട്ട് ഓൾ ദാറ്റ് ഐ കുഡ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ഹി വാസ് എ മില്യനർ. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ന്യൂസ് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മില്യനർ ആയിരുന്നു, ഒരു കോടീശ്വരനായിരുന്നു. ഇംഗ്ലീഷ് പാരൻസ് ആയിരുന്നു. ഹു റിസൈഡഡ് ഇൻ ലണ്ടൻ. എവിടെയാണ്? ലണ്ടനിൽ ജീവിക്കുന്ന ഇംഗ്ലീഷ് പാരൻസിൻ്റെ ഒരു മില്യനറായ വ്യക്തിയാണ് മിസ്റ്റർ ഓർമോണ്ട് വാൾ എന്നുള്ള വ്യക്തി. അയാളുടെ സ്ഥലം ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റ് ആണ്. അങ്ങനെയാണ് ആ പേര് വന്നത്. And so the time went on until yesterday morning I had gone to bed more than usually tired and slept till late. When I woke, the room was bright with sunlight as I always do. I looked at once at the wall on which the face is to be seen. I rubbed my eyes and sprang up. It was only faintly visible. Last night it had been clean as ever. Almost I could hear it speak, and now it was it ghost of itself. വീണ്ടും ഞാൻ ആ മുഖത്തെ തേടി ആ സ്ട്രീറ്റിൽ, ആ ഓൾഡ് ഹൗസിൽ താമസിക്കുമ്പോൾ ഞാൻ കാണുകയും പിന്നെ ആ മുഖം ഫെയിൻലി വിസിബിൾ എന്ന് വെച്ചാൽ കാണാതെ മങ്ങി പോവാണ്. ആദ്യം കാണുന്നത് പോലെ അത്രത്തോളം വ്യക്തമായിട്ട് കാണുന്നില്ല. ഐ ഗോട്ട് അപ്പ് കൺഫ്യൂസ്ഡ് ആൻഡ് സാഡ് ആൻഡ് വെൻറ്റ് ഔട്ട്. ദ ഏർലി എഡിഷൻസ് ഓഫ് ദ പേപ്പേഴ്സ് വർ ഓൾറെഡി ഔട്ട്. ഐ സോ ദ ഹെഡ്ലൈൻ അമേരിക്കൻ മില്യനയർ മോട്ടോർ ആക്സിഡൻറ്റ്. അങ്ങനെ ഞാൻ പത്രങ്ങളിൽ കണ്ടത് എന്താണ്? അമേരിക്കൻ മില്യനയറിന് മോട്ടോർ ആക്സിഡൻറ്റ്, ഒരു അപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ് ആ പത്രങ്ങളിൽ ഞാൻ കണ്ടത്. ഐ ബോട്ട് ഇറ്റ് ആൻഡ് റീഡ്. മിസ്റ്റർ ഓർമോണ്ട് വോൾ, പിറ്റ്സ്ബർഗ് മില്യനെയർ. എന്താണ്? പിറ്റ്സ്ബർഗിലെ മില്യനെയറായ മിസ്റ്റർ ഓർമോണ്ട് വോൾ ഞാൻ കണ്ട ആ വ്യക്തി തന്നെയാണ്. ആൻഡ് പാർട്ടി മോട്ടോറിങ് ഇൻ ഇറ്റലിയിൽ വെച്ചിട്ടാണ് അപകടം നടന്നത്. വേർ ഹിറ്റ് ബൈ എ വാഗൺ ആൻഡ് ദ കാർ ഓവർടേൺഡ്. വാഗണും കാറും തമ്മിലായിരുന്നു കൂട്ടിമുട്ടിയത്. മിസ്റ്റർ വാൾസ് കണ്ടീഷൻ വാസ് ക്രിട്ടിക്കൽ. ഐ വെൻറ്റ് ബാക്ക് ടു മൈ റൂം ആൻഡ് സാറ്റ് ഓൺ ദ ബെഡ് ലുക്കിംഗ് വിത്ത് അൺസീയിങ് ഐസ് അറ്റ് ദ ഫേസ് ഓൺ ദ വാൾ, ആൻഡ് ഈവൻ ആസ് ഐ ലുക്ക്ഡ് സഡൻലി ഇറ്റ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർഡ്. Later I found that Mr. Wall died on his injuries at what I take it to be in a very moment. Again he was silent. അങ്ങനെ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം മരിച്ചു എന്നുള്ളതൊക്കെ ന്യൂസാണ് എനിക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മൾ മലയാളത്തിലെ അപരിചിതനിലൊക്കെ ഇങ്ങനത്തെ കോയിൻസിഡൻസ് ഇതേ ഒരു സംഭവങ്ങളൊക്കെയാണ് നടന്നതല്ലേ. മരിച്ചതിന് ശേഷം സംസാരിക്കുന്നത്, അവരെ വണ്ടി തന്നെ തട്ടിയിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇതും അത് ഒക്കെ വളരെ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ലാസ്റ്റ് കഥ